രേവന്തിനോട് പിണറായിയെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞ് വാർത്തകളും പരിപാടികളും. ആ രാഷ്ട്രമേ കേരള, ആ നായകുടെ പിണറായി വിജയൻ. ദേശ്മോനെ രേവന്ത 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് അപ്പൊ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. നീ പോടാ നാറി എന്നാണ് പൊതുവെ ചിലരൊക്കെ പറയുക. നമസ്കാരം. ഇതൊരു കത്താണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച ഒരു കത്താണ്. ഈ കത്തിലെ 2 പോയിന്റുകൾ നിങ്ങൾ നോക്കൂ. മിസ്റ്റർ പിണറായി വിജയൻ, യു ആർ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭാഗം തുടങ്ങുന്നത്. പിണറായി വിജയന് 19 വയസ്സായി, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്നാണ് പറയുന്നതിൻ്റെ മലയാളം. അതായത് പിണറായിക്ക് പ്രായമായതുകൊണ്ട് നിങ്ങൾക്കിനി ഇവിടെ നിലനിൽപ്പില്ല, സ്ഥലം വിട്ടോ എന്നാണ്. രണ്ടാമത്തേത്, നീ പോമോനെ വിജയ എന്നാണ് അവസാനം അഭിസംബോധന ചെയ്തത്. 80 വയസ്സുള്ള ഒരുപക്ഷെ രേവന്ത് റെഡ്ഡിയുടെ അച്ഛൻ്റെ പ്രായത്തിനും മുകളിലേക്ക് എത്താനിടയുള്ള ഒരു നാട് ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തോട് പറയുകയാണ്, നീ പോ മോനെ വിജയ എന്ന് പറയുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ ലേബലുള്ള ലെറ്റർ പാഡിൽ ചീത്ത വിളിച്ചുകൊണ്ട് എഴുതിയ കത്താണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ളതാണ്. അന്തസ്സുള്ള മലയാളി അവൻ്റെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇമാതിരി ലാംഗ്വേജിൽ കത്തയച്ചാൽ മലയാളി ഒരു കാര്യം തിരിച്ചു പറയും, വൃത്തികേട് കാണിക്കാതെ മിണ്ടാണ്ട് പോയിക്കോ ഡാഷ് മോനെ രേവന്തേ എന്ന് പറയും. നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഇനി ഏത് നേതാവായാലും, ഇനി അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് നേതാവായാലും മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവി ദുരുപയോഗിച്ച് തെറി വിളിച്ച് അപമാനിക്കാൻ ഈ മട്ടിൽ വന്നാൽ അതും അതിലപ്പുറവും പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇയാൾ എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ഇങ്ങനെ ഒരു അല്പനെ എങ്ങനെയാണ് തെലങ്കാനക്കാർ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടാവുക? ആ നാട്ടിലെ ജനതയുടെ മേൽ ഈ അല്പനായ രേവന്തൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടാവും? ഇവിടെ വന്ന് കോൺഗ്രസ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് 3000 രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നൽകും എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞപ്പോൾ തെലങ്കാനയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 2 വർഷവും 1 മാസവുമായി എന്ന വാർത്ത പിന്നാലെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായിത്രേ. KSRTCയിൽ സൗജന്യ സ്ത്രീ യാത്ര ഇവിടെ വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രിയുടെ നാട്ടിലെ പൊതുഗതാഗതം പൂട്ടിപ്പോകുന്ന സ്ഥിതിയിലാണത്രേ. കേരളത്തെ ഇമാതിരി നാടാക്കാനാണോ പരിപാടി എന്ന് ചോദ്യം ഉയർന്നു. രേവന്തിന് മുന്നിൽ മറ്റെന്ത് വഴി? ചീത്തവിളി തന്നെ തിരിച്ച്. അങ്ങനെ മൂപ്പര് നാക്കെടുത്തു. നിയമം മുതൽ അങ്ങ് വടക്കോട്ട് എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം പിണറായി വിജയനെ ഈ മട്ടിൽ ആക്ഷേപിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ചു. എന്നിട്ട് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രായത്തെ പരിഹസിച്ച് നാടുനീളെ പ്രസംഗം കാച്ചി. അത് പോട്ടെ, അത് സാധാരണ പ്രസംഗമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് വേദികളിൽ നിന്ന് നീ പോ മോനെ വിജയ എന്നും ആർത്ത് വിളിച്ചു. തെറിവിളി ആരാധകരായ കൂട്ടം, കോൺഗ്രസ്സുകാരെല്ലാം അതിൽ അങ്ങനെയല്ല, പക്ഷേ ഒരു വിഭാഗം VD സതീശൻ, രാഹുൽ മാങ്കൂട്ടം തലമുറ ആർത്ത് ചിരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും ആഘോഷിച്ചു. മലയാളി പക്ഷേ രേവന്തിൻ്റെ ഈ വിളികളെ പുച്ഛിച്ച് തള്ളി. പക്ഷേ രേവന്ത് റെഡ്ഡി ഇതൊന്നും ഏശുന്നില്ല എന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കത്തയച്ചു. ആ കത്തിലെ വരികളാണ് ഇത്. പിണറായി വിജയൻ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പ്രഖ്യാപിച്ച കത്തിൽ കേരളത്തെ പ്രാകലാണ് മുഖ്യ പരിപാടി. ഒടുവിൽ കത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിന്റെ നാട്, നീ പോ മോനെ ദിനേശ എന്ന് എഴുതുന്നത് പോലെ നീ പോ മോനെ വിജയ എന്നെഴുതി. ഒരു സിനിമ ഡയലോഗ് ആ മട്ടിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് അതൊരു തെറിവിളിയാക്കി മാറ്റി ആ അഭിസംബോധന ചെയ്യുന്ന ആളെ അദ്ദേഹത്തിൻ്റെ പദവി ഒക്കെ മറന്ന് ആ പേര് വെച്ചുകൊണ്ട് നീ പോ മോനെ വിജയ എന്നെഴുതിയാൽ എങ്ങനെയാണ്? അതും ഒരു മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിൽ എഴുതിവിട്ടാൽ. പിണറായി വിജയൻ, രേവന്ത് വിളിച്ച വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് രേവന്ത് മോൻ നിക്കറിട്ട് നടപ്പാണ്. പിന്നെ ശാഖയിൽ പോയി RSS ആയി BJPയിൽ പള്ളി വിളിക്കാൻ മുദ്രാവാക്യം വിളിച്ച് നേതാവാകുമ്പോൾ കേരളം ആ കൂട്ടത്തിൽ ഒന്നും നിന്നിട്ടില്ല. എന്നാൽ ഒരു കര പിടിക്കാൻ നല്ലത് ഒടുക്കം കോൺഗ്രസ് ആണെന്ന് അപ്പോൾ കരുതി തെലങ്കാനയിൽ കാലുമാറി മുഖ്യമന്ത്രി ആയതിനിടയിൽ നടന്ന അഴിമതി ചരിത്രമൊക്കെ മലയാളികളുടെ മുന്നിൽ കിടപ്പുണ്ട്. മോദിയുടെ അടിമ ജീവിതത്തിനും തയ്യാർ എന്ന് കോൺഗ്രസിലിരിക്കുമ്പോഴും ആവർത്തിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി, അവരുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അവിടെ അയാൾക്കും അയാളുടെ കൂട്ടങ്ങൾക്കും നാണവും മാനവും ഒക്കെ ഏതളവിലാണ് എന്ന് ഏതായാലും മലയാളിക്കറിയില്ല. എന്തായാലും കേരളീയർക്ക് അല്പം അന്തസ്സൊക്കെ ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി, അതിന് പിണറായി വിജയൻ ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഭാവിയിൽ മറ്റൊരാളായാൽ പോലും അങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്ന ആളോട് മര്യാദക്ക് പെരുമാറാൻ തയ്യാറായില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടും മോനെ രേവന്തേ. അതും വാങ്ങി മുണ്ടാണ്ട് സ്ഥലം വിട്ടോളുക. അന്തസ്സിൽ തൊട്ടാൽ നല്ല തേറി തിരിച്ചു കിട്ടും. ഒടുക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരിച്ചു വിളിച്ചു, ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ
ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. അങ്ങനെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറുപടി ആ രേവന്തനെ തേടിപ്പോയി. പിണറായി വിജയന്റെ മറുപടി അത് അദ്ദേഹം കത്തിന്റെ പോസ്റ്റ് അദ്ദേഹം എക്സിൽ പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് പോസ്റ്റിലെ ആ കത്തിലെ മലയാളം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയ രേവന്ത് റെഡ്ഡി, രാഷ്ട്രീയ ഭിന്നതകൾ സ്വാഭാവികമാണ്. എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞാൻ അംഗീകരിക്കാത്ത ഒരു സമീപനമാണ്. LDF സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം 5 വർഷത്തിലൊരിക്കൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് തുടർച്ചയാണ്. ഞങ്ങളുടെ പുരോഗതി റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ പ്രസ്താവനകൾക്ക് ഒരു വസ്തുതാപരമായ പിന്തുണയും ഇല്ല. കേരളത്തിന്റെ സാമൂഹിക സൂചികകളുടെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണ്ടി നിങ്ങൾ അവകാശപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ചരിത്ര സത്യങ്ങൾ വ്യത്യസ്തമാണ്. സ്വാതന്ത്ര്യാനന്തര ആദ്യ ദശകത്തിൽ തന്നെ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്ന കാർഷിക ബന്ധ ബിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൊണ്ടുവന്നു. എന്നാൽ നിങ്ങളുടെ പാർട്ടിയായ കോൺഗ്രസ് നയിച്ച അന്നത്തെ കേന്ദ്ര സർക്കാർ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്ത് ആ മന്ത്രിസഭയെ ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ടു. 93-ലെ 73-ം 74-ം ഭരണഘടനാ ഭേദഗതികൾക്ക് ഏറെ മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ വികേന്ദ്രീകൃത ഭരണ സംവിധാനം ഞങ്ങളുടെ ആദ്യ മന്ത്രിസഭ ആവിഷ്കരിച്ചു. 80-കളിലെ സാക്ഷരതാ പ്രസ്ഥാനം LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. 96-ൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം സംസ്ഥാനത്തിന്റെ പഞ്ചവത്സര പദ്ധതിയുടെ 1/3 അധികം വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ജനാധിപത്യ വികേന്ദ്രീകരണത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചു. നവകേരള മിഷനുകൾ വഴി പ്രകടമായ നേട്ടങ്ങൾ കൈവരിച്ചു. ആർദ്രം മിഷൻ പൊതുജനാരോഗ്യ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിച്ചു. 670-ലധികം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. 13,000-ലധികം സർക്കാർ സ്കൂളുകൾ നവീകരിച്ചു. 45,000 ക്ലാസ് മുറികളെ ഹൈടെക് സൗകര്യങ്ങളാൽ സജ്ജമാക്കി. 19,000-ലധികം ഡിജിറ്റൽ പഠന സ്രോതസ്സുകളുള്ള സമഗ്ര പോർട്ടൽ ആരംഭിച്ചു. ദേശീയ ഭരണ സൂചികകൾ നിങ്ങളുടെ വാദങ്ങളുടെ ശൂന്യത വെളിപ്പെടുത്തുന്നു. നീതി ആയോഗ് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും കുറവ് അഴിമതിയുള്ള സംസ്ഥാനമായി റാങ്ക് ചെയ്യുമ്പോൾ തെലങ്കാന 6ാമത്തെ അഴിമതി കൂടുതലുള്ള സംസ്ഥാനമായി കണക്കാക്കുന്നുണ്ട്. ദേശീയ സുസ്ഥിര വികസന സൂചികയിൽ 79 പോയിന്റുമായി ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്, നിങ്ങൾ 6ാം സ്ഥാനത്താണ്. കൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലും കേരളം സ്ഥിരമായി 1-ാം സ്ഥാനത്ത്. ഞങ്ങൾ ശക്തമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ്. 2026 IT നയത്തിലൂടെ ഇന്ത്യയുടെ IT കയറ്റുമതിയിലെ 10% നേടാനുള്ള പാതയിലാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കും 20,000-ലധികം ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ഈ വസ്തുതയെ പിന്തുണക്കുന്നു. അവകാശവാദങ്ങളാൽ അല്ല, രാഷ്ട്രീയ ഇച്ഛാശക്തിയാലാണ് യഥാർത്ഥ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി വൈദ്യുതി ഹൈവേ തുടങ്ങിയ പ്രധാന പദ്ധതികൾ കോൺഗ്രസ് സർക്കാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. നിങ്ങളുടെ പാർട്ടി നയിച്ച മുൻ കേന്ദ്ര സർക്കാരുകൾ കൊച്ചി മെട്രോയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും വൈകിപ്പിച്ചു. LDF അവയെ പുനരുജ്ജീവിപ്പിച്ചു, പൂർത്തിയാക്കി. സാമൂഹിക നീതിയിൽ ഞങ്ങളുടെ നേട്ടം സമ്പൂർണ്ണമാണ്. 2025 നവംബർ 1-ന് കേരളം പൂർണ്ണമായും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെയും ഏകവുമായ സംസ്ഥാനമാണ്. ഭരണത്തിലുള്ള BJPയെ മതിയായ രീതിയിൽ വിമർശിക്കുന്നില്ലെന്ന് നിങ്ങൾ LDFനെ കുറ്റപ്പെടുത്തി. എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 131, 32 എന്നിവ പ്രകാരം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന കേന്ദ്ര BJP സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടന്ന സർക്കാർ കേരളമാണ്. BJP അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒരു പൊതുവേദിയിൽ കൊണ്ടുവരുന്നതിനും 16ാമത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രവർത്തനങ്ങൾക്കുമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഭരണഘടന ആത്മാവിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ LDF സർക്കാർ ഉറച്ച നിലപാടോടെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മാന്യതയുടെ പരിധികൾ കടക്കുന്ന ഭാഷ ആവശ്യമില്ല. ഞങ്ങൾ പോകും, പക്ഷേ മുന്നോട്ട് മാത്രം. എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും എന്നാണ് പിണറായി വിജയൻ മറുപടി എഴുതിയത്. ആ മറുപടിയും പോയി തെലങ്കാനയിൽ പോയി വായിച്ചിരിക്കുമ്പോൾ രേവന്ത് റെഡ്ഡി തൻ്റെ നാട്ടിലെ തെലുങ്ക് ചാനലുകളിലുണ്ട് రేవంత్నోడు పినరాయి కంటూ పడికు എന്ന് പറഞ്ഞ് వార్తകളും పరిపాടികളും. ఇదా ഒരു వార్తയുടെ కష్ణ. మన దేశంలో పేదరికం అనే పదం ప్రజల జీవితంలో ఒక శాశ్వత నీడలా మిగిలిపోయింది. దేశానికి స్వాతంత్రం వచ్చి 79 ఏళ్లు గడిచినా ఇంకా కోట్లాది మంది ఆకలితో, నిరక్షరాస్యతతో, నిరుద్యోగంతో పోరాడుతున్నారు. కానీ ఈ భారత భూభాగంలో ఒక్క రాష్ట్రం మాత్రం పేదరికాన్ని మూలాల నుండి నిర్మూలించింది. ఆ రాష్ట్రమే కేరళ. ఆ నాయకుడే పినరాయి విజయన్. అది పేరుకు దేవభూమి అయినా దేవతలకు మించిన భూమి. സമാനത്വം, സമതുല്യതను സാധിంచిన രാഷ്ട്രంగా దేశానికి తలమానికంగా నిలిచింది. സകല കണക്കുകളും നിരത്തിയാണ് തെലുങ്ക് ചാനലുകളുടെ പരിപാടികൾ പോലും. కేరళ మోడల్ దేశానికి ఆదర్శంగా మారింది. కేరళ సీఎం విజయన్ విజన్ ఇతర నేతలకు ఎందుకు లేదు? ఉన్నా ఎందుకు సాధ్యపడలేదు? సబ్సిడీలు, ఉచితాలు ప్రజలను అభివృద్ధి పథం వైపు నడుపుతాయా? అసలు అభివృద్ధి అంటే ఏంటి?
కేరళ మోడల్ దేశానికి ఎంత మేరకు ఆదర్శం అనే విషయాలను ఇవాల్టి మిస్టరీస్ హిస్టరీస్ లో చూద్దాం. രാജ് ടിവിയിലെ വാർത്തയുടെ ചുരുക്കം ഇതാണ്. ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തെ നേരിടാൻ കേരളം പദ്ധതി ആസൂത്രണം ചെയ്തു. അവിടെ പിണറായി വിജയൻ വിജയിച്ചു. രാജ്യത്ത് തന്നെ ഏറ്റവും കുറവുള്ള ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തി. ഗാന്ധിജി പറഞ്ഞതുപോലെ ഗ്രാമസ്വരാജിലേക്ക് അവർ ചുവടുവെച്ചു. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം. സാക്ഷരത, സ്ത്രീ സാക്ഷരത, ആരോഗ്യരംഗം തുടങ്ങിയ അടിസ്ഥാന ജീവിതത്തെ സ്വാധീനിക്കുന്ന സകല മേഖലകളിലും കേരളം മികച്ച മുന്നേറ്റമുണ്ടാക്കി. മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജീവിതം ദുരിതമയമായി തുടരുമ്പോഴാണ് കേരളം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. തെലങ്കാനയിലെ രേവന്ത് മോന്റെ നാട്ടിലെ ചാനലുകൾ പറയുന്നതാണ്. അവിടെയും ഇവിടെയും പോയി തെറി വിളിച്ച് നടക്കാതെ സ്വന്തം നാട്ടിലെ ജനതയോട് പ്രതിബദ്ധത കാണിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം രേവന്തിന് നഷ്ടക്കച്ചവടമായി എന്നാണ് മലയാളം. അതും പോരാഞ്ഞ് ഇവിടെ കേരളത്തിൽ എം സ്വരാജ് വരെ രേവന്തിനിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയുകയാണ്. അതേപോലെ ഇവിടെയും ആക്കാനാണോ അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി ഇന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. അപ്പൊ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇനി സ്ഥലം കാലിയാക്കാം. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. വല്ല കാര്യവും ഉണ്ടായിരുന്നോ? സാധാരണ മുഖ്യമന്ത്രി ആക്ഷേപിച്ച് നീ പോ മോനെ വിജയ എന്നൊക്കെ പറഞ്ഞാൽ നീ പോടാ നാറി എന്നാണ് പൊതുവെ ചിലരൊക്കെ പറയുക. എന്തായാലും പിണറായി വിജയൻ അത് പറഞ്ഞില്ല. ഡാഷ് മോനെ എന്നാണ് പറഞ്ഞത്. അത് മോശമായിപ്പോയി. പൊന്നു മോനെ എന്നാണ് ഡാഷിന് പൂരിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നല്ല ഉശിരൻ മോനാണെന്നാണ്, മുത്തു മോനാണെന്നാണ് എന്നൊക്കെ വേണമെങ്കിൽ രേവന്തിന് നാട്ടിൽ പോയി കോൺഗ്രസ്സുകാരോട് പറയാം. പിണറായി വിജയൻ ആ ഡാഷ് ഇങ്ങനെ പൂരിപ്പിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് സമാധാനിച്ച് തടി കഴിച്ചിലാക്കാനുള്ള ഓപ്ഷൻ പിണറായി കൊടുത്തത് എന്തായാലും നന്നായി. ഡാഷ് പൂരിപ്പിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ നാട്ടിൽ വരുന്നത്. ഇത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പിണറായി അല്ല, ഇനി വേറൊരാളായാലും നമ്മുടെ നിലപാട് ഇത് തന്നെയാണ്. എന്നെ കേൾക്കുന്നവർക്ക് വിയോജിപ്പ് തോന്നിയാൽ എന്നോട് ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.